السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين. أما بعد. സൂറത്തുൽ ബഖറയിലെ 8-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, وَمِنَ النَّاسِ مَن يَقُولُ آمَنَّا بِاللَّهِ وَبِالْيَوْمِ الْآخِرِ وَمَا هُمْ بِمُؤْمِنِينَ. ഈ ആയത്ത് മുതൽ ഇനി 20-ാമത്തെ ആയത്ത് വരെ മുനാഫിക്കുകളുടെ വിശേഷണങ്ങൾ, അവരുടെ ഉപമകൾ, അവരുടെ സ്വഭാവങ്ങൾ, അതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഇനിയുള്ള ആയത്തുകൾ, ഈ ആയത്ത് മുതൽ 20-ാമത്തെ ആയത്ത് വരെ മുനാഫിക്കുകളുടെ വിവരണമാണ്, അവരെ കുറിച്ചുള്ള വിവരണമാണ് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളിലുണ്ട്, മൻ, ഒരു വിഭാഗം, യഖൂലു, ആരാണവർ? അവർ പറയുന്നു, വമിനന്നാസി മൻ യഖൂൽ, ജനങ്ങളിൽ ഇങ്ങനെ പറയുന്ന ചിലരുണ്ട്. എന്താണ് അവർ പറയുന്നത്? ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ. അവർ പറയുന്നു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ ഈമാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറയും. ആമന്ന ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയുന്നു. അതുപോലെ തന്നെ വബിൽ യൗമിൽ ആഖിർ, ആമന്ന ബില്ലാഹ്, അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആമന്ന ബിൽ യൗമിൽ ആഖിർ, അതോടൊപ്പം അൽ യൗമുൽ ആഖിറിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അൽ യൗമുൽ ആഖിർ, അന്ത്യനാൾ, അവസാന നാൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വമാ ഹും മുഅ്മിനൂൻ എന്നതാണ് പൊതുവെ പ്രയോഗം. വമാ ഹും മുഅ്മിനൂൻ, വമാ അല്ല, വമാ ഹും അവരല്ല, മുഅ്മിനൂൻ അവർ മുഅ്മിനീങ്ങളല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ബാ കൊണ്ടുവന്നു, വമാ ഹും ബിമുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളെയല്ല, അവർ ഒട്ടും മുഅ്മിനീങ്ങളല്ല. അത് തൗക്കീദാണ്, അത് ഊന്നി പറയുന്നതിനും അവരിൽ ഈമാൻ തീർത്തുമില്ല എന്ന് സ്ഥാപിക്കുന്നതിനും വേണ്ടിയാണ്. വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുലും അന്ത്യനാളിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ വമാ ഹും ബിമുഅ്മിനീൻ, അവർ യാതൊരു നിലക്കും മുഅ്മിനീങ്ങളല്ല. ഇവിടെ ഈ ആയത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല മുനാഫിക്കുകളുടെ വിവരണം ആരംഭിക്കുകയാണ്. ഇതോടുകൂടി സൂറത്തുൽ ബഖറയിൽ 3 വിഭാഗം ആളുകളെ കുറിച്ചുള്ള പരാമർശമായി. ഒന്ന് അൽ മുത്തഖൂൻ അൽ മുഅ്മിനൂൻ, 2 അൽ കുഫാർ അൽ മുകദ്ദിബൂൻ, 3 അൽ മുനാഫിഖൂൻ. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു, യൗമുൽ ആഖിറിൽ വിശ്വസിച്ചിരിക്കുന്നു പറയുന്നു. ഇനി നിങ്ങൾ സൂറത്തുൽ ബഖറ അവസാനിക്കുന്നത് വരെ ശ്രദ്ധിച്ചു നോക്കുക. ധാരാളം സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ അള്ളാഹു ആവർത്തിച്ചത് കാണാം. അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഈ 2 കാര്യം സൂറത്തുൽ ബഖറയിൽ ആവർത്തിച്ചു വന്നതായി കാണാൻ സാധിക്കും. അള്ളാഹുലുള്ള വിശ്വാസത്തിനോടൊപ്പം അന്ത്യനാളിലെ വിശ്വാസം ചേർത്തു പറയുക എന്നത് ഖുർആനിന്റെ ശൈലിയാണ്, ഹദീസുകളുടെ ശൈലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു ഫൽയുക്രിം ജാറഹു ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അള്ളാഹുലും അന്ത്യനാൾ വിശ്വസിക്കുന്നെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പറയാറുണ്ടായിരുന്നു. ഇതിന്റെ തഫ്സീറിൽ നമുക്ക് വായിക്കാവുന്നത്, തഫ്സീറിൽ ഇങ്ങനെയാണ്, വമിനന്നാസി ഫരീഖുൻ, വമിനന്നാസ് ജനങ്ങളിലുണ്ട്, ഫരീഖുൻ, ഫരീഖ് ഒരു വിഭാഗം, ഒരു കൂട്ടർ, യതറദ്ദദു മുതഹയ്യിറൻ ബൈനൽ മുഅ്മിനീന വൽ കാഫിരീൻ. യതറദ്ദദ്, അവർ ചാഞ്ചാടുന്നു, തറദ്ദദ ഇങ്ങോട്ടും അങ്ങോട്ടും ആവുന്നു, ഇങ്ങോട്ടും അങ്ങോട്ടും ആവും. യതറദ്ദദ് ഒരു തറദ്ദുദിലാണ്, സംശയത്തിലാണ്. യതറദ്ദദു ബൈനൽ മുഅ്മിനീന വൽ കാഫിരീൻ, മുഅ്മിനീങ്ങൾക്കും
കാഫിരീങ്ങൾക്കുമിടയിൽ ചാഞ്ചാടി കളിക്കും. എന്നാൽ അവർ ഹൃദയം കൊണ്ട് കാഫിരീങ്ങളോടൊപ്പമാണ്, എന്നാൽ പുറമേക്കുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മുഅ്മിനീങ്ങളോടൊപ്പവുമാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിരിക്കുന്നു, പക്ഷെ അവരുടെ ഹൃദയത്തിൽ അതില്ല. അവർ മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞിരിക്കുന്നു, പക്ഷെ അവരുടെ ഹൃദയത്തിൽ അതില്ല. അവർ മുസ്ലിമീങ്ങളോടൊപ്പമാണെന്ന് പുറമേക്ക് കാണിക്കുന്നു, പക്ഷെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായാൽ അവർ ദുഃഖത്തിലാണ്, അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അവർ സന്തോഷത്തിലാണ്. യതറദ്ദദു മുതഹയ്യിറൻ, മുതഹയ്യിർ തഹയ്യറൻ പരിഭ്രാന്തമായിക്കൊണ്ട്, പരിഭ്രാന്തനായിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മുനാഫിക്കുകൾ. എന്തുകൊണ്ട് അവർക്ക് പരിഭ്രാന്തി ഉണ്ടാകുന്നത്? പല കാരണങ്ങളുണ്ട്. മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായാൽ അതവർക്ക് പ്രയാസമുണ്ടാക്കും, പക്ഷെ അവർക്ക് പുറമേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുസ്ലിങ്ങൾക്കെതിരെ നിൽക്കാൻ പറ്റില്ല. കുഫാറുകൾക്ക് നഷ്ടമുണ്ടായാൽ അതവർക്ക് വേദനയുണ്ടാക്കുന്ന, അവർക്ക് കുഫാറുകളെ പരസ്യമായി സഹായിക്കാനും പറ്റില്ല. മുഅ്മിനീങ്ങൾക്കിടയിൽ താമസിക്കുമ്പോൾ തങ്ങളുടെ കള്ളത്തരങ്ങൾ പുറത്താകുമെന്ന പേടിയിലാണ് അവരുള്ളത്. ഈ പല പേടികൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുനാഫിഖൂനിൽ പറഞ്ഞതുപോലെ യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം വഹുമുൽ അദുവ്വു ഫഹ്ദർഹും, യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം, എല്ലാ ഖുർആനിലെ ആക്ഷേപങ്ങളും തങ്ങൾക്കെതിരാണ് എന്നാണ് അവർ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും പേടിയിലാണ്. യഹ്ദറുൽ മുനാഫിഖൂന, മുനാഫിഖുകൾ ഭയപ്പാടിലാണ്. ഖുർആനിൽ പലയിടത്തും അവരെ കുറിച്ച് അത് പറഞ്ഞേക്കണം. അവർക്ക് ഇപ്പോൾ പേടി ഉണ്ടാവും, അവരുടെ കള്ളക്കളി പുറത്താകുമോ എന്ന ഭയത്തിലായിരിക്കും. പിന്നെ സത്യസന്ധരല്ല, കള്ളന്മാരാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ മുഅ്മിനീങ്ങൾക്കും കാഫിരീങ്ങൾക്കും ഇടയിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു. വഹുമുൽ മുനാഫിഖൂൻ, ആരാണ് അവർ? അൽ മുനാഫിഖീങ്ങളാണ് അവർ. വഹുമുൽ മുനാഫിഖൂൻ, മുനാഫിഖീങ്ങളാണ്. മുനാഫിഖ് എന്ന പേര് തന്നെ വന്നത്, ഒരു ജീവിയുണ്ട്, അത് ഭൂമിയിൽ പല മാളങ്ങൾ കുഴിച്ചു വെക്കും. ഒരു ശത്രു അതിനെ പിടിക്കാൻ നോക്കിയാൽ, ഇതൊരു പേരറിയില്ല, ഒരു ഒരു മാളത്തിൽ നിന്ന് അതിനെ പിടിക്കാൻ നോക്കിയാൽ ആ മാളത്തിൽ ചാടിയിട്ട് വേറെ മാളത്തിൽ പുറത്തേക്ക് വരും. അവിടെ പിടിക്കാൻ നോക്കിയാൽ അത് വേറെ മാളത്തിൽ കൂടെ പുറത്തേക്ക് വരും. ഈ കുഴിച്ചു വെക്കുന്ന കുഴികൾക്കാണ് ഫഖ എന്നോ മറ്റോ ആണ് അതിന് പറയുക. ഇപ്പോൾ കൃത്യമായ പദം എനിക്ക് ഓർമ്മയില്ല. അതിൽ നിന്നാണ് മുനാഫിഖ് എന്ന പദം വന്നത്. ഇനാഫഖ എന്ന വാക്ക് അതിൽ നിന്ന് വന്നതാണ്. മുനാഫിഖീങ്ങൾ അങ്ങനെയാണ്, അവർ പല വഴികൾ കുഴിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഒന്നിൽ പിടികൂടിയ പുറത്തുകൂടെ പുറത്തിയാട്. ഇതാണ് നിഫാഖിന്റെ സ്വഭാവം. വഹുമുൽ മുനാഫിഖൂൻ അല്ലദീന യഖൂലൂന ബിഅൽസിനതിഹിം, അവരാണ് മുനാഫിഖുകൾ. ആരാണ് അവർ? അല്ലദീൻ, അവർ ഒരു വിഭാഗം ആളുകളാണ്. യഖൂലൂന, അവർ പറയുന്നു. ബിഅൽസിനതിഹിം, അവരുടെ നാവ് കൊണ്ട് അവർ പുറമേക്ക് പറയുന്നു. സ്വദ്ദഖ്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യനാളിലും സ്വദ്ദഖ്ന. പദം മുന്നേ ആവർത്തിച്ചതല്ല, ഇത് മുന്നേ വന്നിട്ടില്ലേ? സ്വദ്ദഖ്ന എന്നുള്ള പദം, അല്ലാതെ സ്വദ്ദിഖൂൻ എന്നുള്ള പദം വന്നിട്ടുണ്ട്. എൻ്റെ അർത്ഥം സത്യപ്പെടുത്തുന്നു. ഞങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ അന്ത്യനാളിനെയും സത്യപ്പെടുത്തിയിരിക്കുന്നു, അതിൽ ഞങ്ങൾ വിശ്വാസമുള്ളവരാണ് എന്ന് അവർ പറയുന്നു. അള്ളാഹു പറയുന്നു വഹും ഫീ ബാത്തിനിഹിം കാദിബൂൻ, എന്നാൽ വഹും അവർ ഫീ ബാത്തിനിഹിം, ബാത്തിൻ ഉള്ളിൽ, ബാത്തിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ളാഹിർ. വഹും ഫീ ബാത്തിനിഹിം, അവരവരുടെ ഉള്ളിൽ എന്താണ്? കാദിബൂൻ, കള്ളന്മാരാണ്. കാദിബ്, അതിന്റെ ഫിഅൽ ഏതായിരിക്കും? കാദിബിന്റെ കദബ. വഹും ഫീ ബാത്തിനിഹിം കാദിബൂൻ, അവരവരുടെ ഉള്ളിൽ കളവാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കള്ളന്മാരാണ്. ലം യുഅ്മിനൂ, അവർ മുഅ്മിനീങ്ങളായിട്ടില്ല, അവർ ഈമാൻ സ്വീകരിച്ചിട്ടില്ല. ഈ ആയത്തിൽ നമുക്ക് പഠിക്കാവുന്ന കുറേ പാഠങ്ങളുണ്ട്. ഇതിലൊരു പാഠം ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. മുൻപ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓർമ്മ. ഈമാൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അരികിൽ ഈമാൻ എന്നാൽ 3 കാര്യങ്ങളാണ്, അല്ലേ? ഖൗലുൻ ബിൽ ലിസാൻ, വഇഅ്തിഖാദുൻ ബിൽ ജനാൻ, വഅമലുൻ ബിൽ അർക്കാൻ. ഒന്ന് ഖൗലുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയണം, ഷഹാദത്ത് കലിമ ചൊല്ലണം, അത് ഈമാൻ. നാവ് കൊണ്ട് പറയാതെ ഒരാൾ ഹൃദയത്തിൽ എല്ലാം വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലോ കാഫിറാണ്. ഇജ്മാ ഉള്ള കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം രേഖപ്പെടുത്തിയ കാണാം, ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാൻ, നാവ് കൊണ്ട് പറയാൻ ഒരു പ്രയാസമില്ല, അയാൾ ഇസ്ലാം മുഴുവൻ സത്യമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട്, എല്ലാ ഇബാദത്തുകളും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കാഫിറാണെന്നുള്ള ഇജ്മാ ഉണ്ട്. അഭിപ്രായ വ്യത്യാസമല്ല, മുസ്ലിം ആയിട്ടില്ല. നാവ് കൊണ്ട് പറയണം, പോരാ,
നാവ് കൊണ്ട് മുനാഫിക്കുകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതവർക്ക് ഉപകരിച്ചോ? ഇല്ല. എന്തുകൊണ്ട്? അവർക്ക് ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈമാന്റെ രണ്ടാമത്തെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗം ഇഅ്തിഖാദുൻ ബിൽ ജനാൻ ഔൽ ഖൽബ്, ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്, ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം വഅമലുൻ ബിൽ അർക്കാൻ വൽ ജവാരിഹ്, ശരീരാവയവങ്ങൾ കൊണ്ടുള്ള അമൽ ഉണ്ടായിരിക്കും. ഇത് മൂന്നുമില്ലാതെ ഈമാൻ ഉണ്ടാവുകയില്ല. അതോടൊപ്പം അഹ്ലുസുന്നത്ത് അതിനോടൊപ്പം ചേർത്ത് പറയുന്ന കാര്യമാണ് യസീദു ബിതാഅത്തി റഹ്മാൻ വയൻഖുസു ബിതാഅത്തി ശൈത്താൻ. യസീദു ബിതാഅത്തി റഹ്മാൻ, റഹ്മാനായ റബ്ബിനെ അനുസരിക്കുന്നത് കൊണ്ട് ഈമാൻ വർദ്ധിക്കും. വയൻഖുസു ബിതാഅത്തി ശൈത്താൻ, പിശാചിനെ അനുസരിച്ചാൽ ഈമാൻ കുറയും. ചില പറഞ്ഞു ഖംസു നൂനിയാത്ത്, 5 നൂനുകളിലാണ് ഈമാന്റെ താരീഫ് ഉള്ളത്. ഖൗലുൻ ബിൽ ലിസാനി, അവസാനത്തിൽ നൂനാണ്, ഖൗലുൻ ബിൽ ലിസാൻ. വഅ്തിഖാദുൻ ബിൽ ജനാൻ, ജനാൻ എന്ന ഹൃദയമാണ്. വഅമലുൻ ബിൽ അർക്കാൻ, യസീദു ബിതാഅത്തി റഹ്മാൻ വയൻഖുസു ബിതാഅത്തി ശൈത്താൻ. 5 വാക്കുകൾ. ഈമാൻ കേവലം നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിലെ ആളുകൾ പലർക്കും ഈ വിശ്വാസമുണ്ട്, അവർ നേരെ പറഞ്ഞിട്ടില്ലെങ്കിലും. ചിലർ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉച്ചരിച്ച ഒരു മുസ്ലിമിൽ എങ്ങനെ ശിർക്ക് സംഭവിക്കും? നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആൾക്കാർ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഒരാൾ എങ്ങനെ കാഫിറാകും, എങ്ങനെ മുസ്ലിം ആകും? അത് അയാൾ ആ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കാഫിറാകും. മുനാഫിക്കുകൾക്ക് സംഭവിച്ചതുപോലെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നാവോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഹൃദയത്തിൽ വിശ്വാസമില്ലായിരുന്നു. അതല്ലെങ്കിൽ ഈ പറഞ്ഞ കലിമത്തു ഷഹാദ അതിന് ഘടകവിരുദ്ധമായ രിദ്ദത്തിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താലും കാഫിറാകും. ഉദാഹരണത്തിന് ഒരാൾ ഖുർആൻ എടുത്ത് അതിനെ അപമാനിച്ചു വലിച്ചെറിഞ്ഞു നേരിക്കുക, നഊദു ബില്ലാഹ്, അങ്ങനെ ചെയ്താലും കാഫിറാവും. ഒരാൾ അള്ളാഹുവിനെ അവന്റെ റസൂലിനെ ചീത്ത പറഞ്ഞു, അവൻ കാഫിറാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000 തവണ പറഞ്ഞാൽ, അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ അവൻ കാഫിറാകും. അതാണ് ഈമാൻ, അതിന്റെ താരീഫ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന. രണ്ടാമത്തെ കാര്യം എന്താണ് നിഫാഖ്? നിഫാഖ് എന്നാൽ വളരെ എളുപ്പമാണ് അതിന്റെ നിർവചനം. ഹുവ ഇദ്ഹാറുൽ ഇസ്ലാം വ ഇബ്താനുൽ കുഫർ. ഇദ്ഹാറുൽ ഇസ്ലാം വ ഇബ്താനുൽ കുഫർ, ഇസ്ലാം പുറമേക്ക് കാണിക്കുക, കുഫർ ഒളിപ്പിച്ചു വെക്കുക. ഉള്ളിൽ കുഫർ ഒളിപ്പിച്ചു വെക്കുക, പുറമേക്ക് ഇസ്ലാം കാണിക്കുക. ഇതാണ് നിഫാഖ്. നിഫാഖിന്റെ ഇനങ്ങൾ 2 രൂപത്തിലാണ്. കഴിഞ്ഞ നമ്മൾ പറഞ്ഞ പോലെ, കുഫറിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ. ഒന്ന് നിഫാഖ് അൽ ഇഅ്തിഖാദി അൽ അക്ബർ, ഒന്ന് വിശ്വാസപരമായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ നിഫാഖ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തുകളൊക്കെ വിവരിക്കുന്നത് നിഫാഖ് അക്ബറാണ്, വലിയ നിഫാഖ്, ശരിയായ മുനാഫിഖ്. 2 നിഫാഖ് അൽ അമലി അൽ അസ്ഗർ, പ്രവർത്തനത്തിൽ സംഭവിക്കുന്ന നിഫാഖ് അസ്ഗർ, ചെറിയ നിഫാഖ്. നിഫാഖ് അസ്ഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ ഇദ്ഹാറുൽ ഖൈർ വ ഇബ്താനു ശർ, പുറമേക്ക് നന്മ കാണിക്കുക, ഉള്ളിൽ തിന്മ ഒളിപ്പിക്കുക. പുറമേക്ക് നല്ലവനായി നടിക്കുക, ഉള്ളിൽ മോശക്കാരനായി ജീവിക്കുക. എന്നാൽ വലിയ നിഫാഖ് ഏതാണ്? ഹുവ ഇദ്ഹാറുൽ ഇസ്ലാം വ ഇബ്താൻ അൽ കുഫർ, പുറമേക്ക് ഇസ്ലാം പ്രകടമാക്കുക, മുസ്ലിമാന്ന് പറയാ, ഉള്ളിൽ കുഫർ ഒളിപ്പിച്ചു വെക്കുക. അതിന് പണ്ഡിതന്മാർ 6 വേർതിരിച്ചിട്ടുണ്ട്. നിഫാഖിന്റെ 6 പ്രധാന രൂപങ്ങൾ ചില പണ്ഡിതന്മാർ വിവരിച്ചതായി കാണാം. അവർ പറഞ്ഞു നിഫാഖ് ഇഅ്തിഖാദി, വിശ്വാസപരമായ നിഫാഖ് 6 രൂപത്തിലുണ്ട്. ഒന്ന് ബുഗ്ദു റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെറുപ്പുണ്ടാവുക. ഇതൊരാളുണ്ടായാലും മുനാഫിഖാണ്, തനിച്ച മുനാഫിഖാണ്, അവൻ കപടനാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് വെറുപ്പുണ്ടാവുക സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ബുഗ്ദു മാ ജാഅ ബിഹി ഔ ബഅദ് മാ ജാഅ ബിഹി അർ-റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിൽ, ആ ദീനിനോടോ അതല്ലെങ്കിൽ ആ ദീനിൽപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തോടോ വെറുപ്പുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒരു കാര്യമാണ് എന്ന് അറിഞ്ഞതിന് ശേഷം അതിനോട് വെറുപ്പുണ്ടാവുക. വെറുപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ അവനത് ചെയ്താൽ പോലും അവൻ മുനാഫിഖാണ്. നിസ്കാരം ചെയ്യുന്നുണ്ട്, പക്ഷെ നിസ്കാരത്തോട് വെറുപ്പലാണ്. അതായത് തീരെ മനസ്സിലുള്ള അവന്റെ മനസ്സുകൊണ്ട് അവൻ ഉറപ്പിച്ചു പറയുന്നു, എനിക്ക് ഇതിനോട് ഇഷ്ടമില്ല. എന്തിനാണിത്? പലിശ ഹറാമാക്കിയിരിക്കുന്നു, അവൻ അതിനോട് വെറുപ്പാണ്. അതായത് എങ്ങനെ ഒരു തിന്മ ഒരാൾ ചെയ്തു പോകുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അവന് താല്പര്യമില്ല, അതുകൊണ്ട് വെറുപ്പാണ്. ഇങ്ങനെ ഒരു നിയമം ഇറക്കിയതിൽ അവന് ദേഷ്യമുണ്ട്. അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചാൽ അത് ദീനിലെ ഏതൊരു കാര്യത്തോടാണെങ്കിലും,
എല്ലാ കാര്യത്തോടും ആവണമെന്നില്ല. അള്ളാഹും അവന്റെ റസൂലും അവതരിപ്പിച്ചതാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തോട് ഒരാൾക്ക് വെറുപ്പുണ്ടായാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ രണ്ട് കാര്യമുണ്ട്. ഒരു മനുഷ്യൻ ഒരു തിന്മയെ വെറുത്തുകൊണ്ട് ചിലപ്പോൾ അത് ചെയ്തു പോയേക്കാം, അത് നിഫാഖല്ല. അയാൾക്ക് തിന്മയോട് വെറുപ്പുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അത് ചെയ്തു. പക്ഷെ അയാൾക്ക് തന്നെ ആ തിന്മയോട് വെറുപ്പുണ്ട്, അത് തിന്മയാണെന്ന് ബോധ്യമുണ്ട്, അയാൾ മുനാഫിഖല്ല, അത് തിന്മയാണ്. പക്ഷെ തിന്മയോട് അയാൾക്ക് വെറുപ്പില്ല. ഉദാഹരണത്തിന് ചില ആളുകൾ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നത് പോലെ താടിയോട് വെറുപ്പുണ്ട്. അവൻ ചിലപ്പോൾ താടി വെച്ചു, പക്ഷെ മുസ്ലിമായ ഇസ്ലാമിന്റെ അർത്ഥത്തിൽ ഒരാൾ താടി വെക്കുന്നതിനോട് വെറുപ്പാണ്. അല്ലെങ്കിൽ ബഹുഭാരിത്വത്തോട് വെറുപ്പാണ്. അവൻ പറയാ അത് ബഹുഭാരിത്വം എന്തൊരു അതിക്രമമാണിത് എന്ന് പറയാം, അത് വളരെ മോശമാണ്, ഈ കാലഘട്ടത്തിൽ യോജിച്ചല്ല, പറയാൻ കൊള്ളില്ല എന്ന് പറയാം. ഇവിടെയും പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെയും ബാധകം. ചില ഉലമാക്കൾ ഇത് വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീ ചിലപ്പോൾ തന്റെ ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിക്കുന്നതിൽ അനിഷ്ടം പ്രകടിപ്പിക്കുന്നത് നിഫാഖല്ല. അത് ചിലപ്പോൾ ആ സ്ത്രീക്ക് ഭർത്താവിനോടുള്ള ഇഷ്ടം കൊണ്ടോ മറ്റോ സംഭവിക്കുന്നതായിരിക്കാം. എന്നാൽ ബഹുഭാരിത്വം എന്ന നിയമത്തോട് വെറുപ്പ് കാണിക്കുന്നത് നിഫാഖാണ്. രണ്ട് തമ്മിൽ വേർതിരിക്കണം. രണ്ട് വേർതിരിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾ വിധി പറയുന്നതിൽ വലിയ അതിക്രമം കാണിക്കും. അത് പാടില്ല. പല ആളുകളും മുസ്ലിമായ ഒരു മനുഷ്യൻ എന്ത് ചെയ്യില്ല, അള്ളാഹു അവതരിപ്പിച്ച ഒരു കാര്യത്തോട് വെറുപ്പ് അവനുണ്ടാവുകയില്ല. ചിലപ്പോൾ അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് ഒഴിവാക്കുകയോ ചെയ്യാതിരിക്കുകയോ അങ്ങനെ ഉണ്ടായേക്കാം. അത് വേറെ വിഷയം. അത് തിന്മയാണ്, വൻപാപമാണ്, തിന്മയുടെ തോതനുസരിച്ച്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് ഒരാൾക്ക് തക്ദീബു അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ കളവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവാണ് പറഞ്ഞത് എന്ന് പറയാം. ഉദാഹരണത്തിന് ഇന്ന് കാലത്ത് ഇസ്ലാമിന്റെ വേഷം ധരിച്ചു വരുന്ന ചില ആളുകൾ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നവോത്ഥാന നായകനായിരുന്നു, അവിടത്തേക്ക് വഹി ലഭിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ സന്ദേശം ലഭിച്ചിട്ടില്ല, ആൾക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് ചില സന്ദേശങ്ങളും ആശയങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറയുന്ന പോലെ ഇന്ന് പല ആളുകളും അങ്ങനെ പ്രചരിക്കുന്നുണ്ട് ഇസ്ലാമിന്റെ പേരിൽ. നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട്. അതല്ലെങ്കിൽ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ, അവർ പറയും, ഉദാഹരണത്തിന് അവർ പറയുന്ന ജാഹ്ലിയ കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചിന്തകൾ കൊണ്ട് പലതും അവർക്ക് എളുപ്പമാക്കി. പക്ഷെ അത് എല്ലാ കാലഘട്ടത്തിലേക്കുമായി നിയമമാക്കിയതല്ല. ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് പിന്നെ എന്ത് ചെയ്യണം, വ്യത്യാസം വരുത്തണം. അന്ന് എണ്ണമില്ലാതെ ബഹുഭാരിത്വം ഉണ്ടായിരുന്നു, അപ്പൊ 4 ഇനി കാലങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും. കാരണം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ലഭിക്കുന്ന ഒരു നബി ആയിരുന്നില്ല, മറിച്ച് ജനങ്ങളെ നന്നാക്കാൻ വന്ന ഒരു നവോത്ഥാന നായകനോ പരിഷ്കർത്താവോ ഒക്കെ ആയിരുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബിയാണ് എന്ന കാര്യത്തിൽ ഒരാൾ അവിടുത്തെ കളവാക്കിയാൽ അവിടെ മുനാഫിഖാണ്. മുസ്ലിമാന്ന് പറഞ്ഞാൽ മുനാഫിഖാണ് അത്തരക്കാർ. നാലാമത്തേത് തക്ദീബു ബഅദി മാ ജാഅ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിന്റെ എന്തെങ്കിലും ഒരു കാര്യം അത് അവിടുന്ന് പറഞ്ഞതാണ് എന്ന് വ്യക്തമായതിനു ശേഷം അതിനെ കളവാക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് ഒരാൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷം അവൻ പറയാം അത് കളവാണ്, ഇത് നിഫാഖാണ്. എന്നാൽ ഒരാൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, സഹീഹായ ഒരു ഹദീസ് അവന് ബോധ്യപ്പെട്ടിട്ടില്ല, അവന്റെ വ്യാഖ്യാനം അവൻ പറയുന്നത് ഇത് റസൂൽ പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ആൾക്കാർക്ക് അബദ്ധം പറ്റിയതാണ്, അല്ലെങ്കിൽ ഇത് ആൾക്കാർ കെട്ടിച്ചമച്ചതാണ്, ഇത് നബി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരപ്പെട്ട ഒരു ഹദീസ് നിഷേധിച്ചാൽ അത് തെറ്റാണ്, വേറെ വിഷയം. പക്ഷെ ഇത് നിഫാഖിൽ ഉൾപ്പെടുമോ? ഇല്ല, നേർക്ക് നേരെ നിഫാഖിൽ ഉൾപ്പെടുകയില്ല. ഇത് രണ്ടും വേർതിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് നിഫാഖ് എന്താണ്, തിന്മ ഏതാണ് എന്നത് വേർതിരിക്കണം. അല്ലെങ്കിൽ ആളുകൾ അന്യായമായി മറ്റുള്ളവരെ മുനാഫിഖായി കളയും. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ ഇനി ഇങ്ങനെ പറഞ്ഞു എന്ന് പിന്നെ വിചാരിക്കുക, എന്നാലും ഞാൻ വിശ്വസിക്കില്ല എന്നൊരാൾ പറഞ്ഞാലോ അത് നിഫാഖിന്റെ അടയാളമാണ്. അങ്ങനെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, മുഅ്തസിലി കക്ഷികളിൽപ്പെട്ട ചിലർ പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് എന്നോട് അബൂ ഹുറൈറ പറഞ്ഞാൽ ഞാൻ പറയും അബൂ ഹുറൈറ നീ കളവൻ പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കാമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കരാർ നൽകിയിട്ടില്ല. മുഅ്തസിലത്തിന്റെ നേതാക്കന്മാർ പറഞ്ഞ വാക്കാണ്, അവർ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെടുന്ന വാക്കാണ്. അള്ളാഹു പറഞ്ഞാൽ അള്ളാഹുവിനോട് പറയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയല്ല നീ ഞങ്ങളെ പഠിച്ചത് എന്ന് പറയും. എത്ര വലിയ അതിക്രമം ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ ഒരാൾ കളവാക്കിയാൽ, അവിടുന്ന് പറഞ്ഞതാണെന്ന് വ്യക്തമായതിനു ശേഷം കളവാക്കിയാൽ അത് നിഫാഖാണ്. അപ്പൊ 4 കാര്യം. 5-ാമത്തെ കാര്യം അൽ മസറത്തു ബിൻഖിഫാദി ദീൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ ഇസ്ലാം അതിന് എന്തെങ്കിലും പരാജയമോ എന്തെങ്കിലും പ്രയാസമോ ബാധിച്ചാൽ അതിൽ സന്തോഷിക്കുക. അത് നിഫാഖിന്റെ അടയാളമാണ്. ഖുർആനിൽ ഈ പറഞ്ഞ ഞാനിപ്പോ ഈ പറയാൻ പോകുന്ന 6 കാര്യത്തിനും ഖുർആനിൽ ഉദാഹരണങ്ങളുണ്ട്. ഈ പറഞ്ഞ 6 കാര്യത്തിനും ഖുർആനിൽ ഉദാഹരണങ്ങൾ കാണാം. ദീനിന് എളുപ്പമുണ്ടായാൽ ഇവർക്ക് ദുഃഖമുണ്ടാകും. മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായി എന്നറിഞ്ഞാൽ ഇവർക്ക് ദുഃഖമുണ്ടാകും. ചില ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ തന്നെ പറയുന്നത്, ചിലർ വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നത്. അവിടെ അതോടുകൂടി മതത്തിന് ആധിപത്യം ലഭിച്ചാൽ, ഇസ്ലാമിന് ആധിപത്യം ലഭിച്ചാൽ സ്വാതന്ത്ര്യമില്ല, അങ്ങനെയല്ല എന്ന് പറയും. ചിലർ വിവരക്കേടുകൊണ്ട് പറയുന്നതാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന് വിജയം ലഭിക്കുന്നതിൽ അല്ലെങ്കിൽ അതിന് പരാജയം ഉണ്ടാകുന്നതിൽ ഒരാൾ സന്തോഷിച്ചാൽ, അൽ മസറത്തു ബിൻഖിഫാദി ദീൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദീനിന് എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ അതിൽ സന്തോഷിക്കുന്നത് നിഫാഖാണ്. ഇതിന്റെ നേരെ വിപരീതമോ? ഇതിന്റെ നേരെ വിപരീതം അൽ കറാഹിയതു ലിൻതിസാരി ദീൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് 6-ാമത്തെ കാര്യം. അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിന് വിജയമുണ്ടായാൽ അതിൽ വെറുപ്പുണ്ടാവുക, സങ്കടം ഉണ്ടാവുക, ദുഃഖമുണ്ടാവുക. ഇതും നിഫാഖാണ്. ഈ 6 കാര്യങ്ങൾ നിഫാഖ് അൽ അക്ബർ, വലിയ നിഫാഖിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ന് പലജാതി ചിന്താഗതികൾ ഉടലെടുത്തത് കൊണ്ട് തന്നെ പല ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ പല പേരുകളിൽ വന്ന കാരണത്താൽ ആളുകൾ സുബ്ഹാനല്ലാഹ് അള്ളാഹുവിന്റെ ദീന് എങ്ങനെയെല്ലാം ഒരാൾ അതിനെ മോശമായി പറഞ്ഞാലും ആളുകൾക്ക് ഇന്ന് പ്രശ്നമില്ല. ദീൻ അവർക്കൊരു വിഷയമല്ല. ചിലപ്പോ മുസ്ലിമീങ്ങൾക്ക് അത്രയും വലിയ ഉപകാരം ചെയ്ത ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ടാവും. അവന്റെ ഹൃദയം അവൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ അവൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ ദീനിനെയും മുസ്ലിമീങ്ങളെയും എല്ലാ നിലക്കും ഉപദ്രവിച്ച ഒരാൾ മരിച്ചാലോ അവനിതാ സ്റ്റാറ്റസ് ഇടുന്നു, കരയുന്നു, വിഷമിക്കുന്നു, ദുഃഖിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കണം, മൻ ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിമീങ്ങളുടെ പൊതുകാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തവർ, അതായത് മുസ്ലിങ്ങളുടെ വിജയം, മുസ്ലിങ്ങൾക്ക് സഹായം കിട്ടുക, ഇസ്ലാമിനോട് മുസ്ലിങ്ങളോട് കൂറുണ്ടാവുക, അത് ദീനിൽപ്പെട്ടതാണ്. ഈ കാലഘട്ടത്തിൽ ആളുകൾ പറഞ്ഞ് ദീനിനോട് എന്തോ ഒരു താല്പര്യം ഉണ്ടാവുന്നതും മുസ്ലിങ്ങളോട് ഒരു താല്പര്യം ഉണ്ടാവുന്നതും അതൊക്കെ ഒരു വർഗീയതയാണ്, അതൊരു വിഭാഗീയതയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ആരാണ് പറയുന്നത്? അള്ളാഹുവിന്റെ ദീന്റെ പേര് സ്നേഹിക്കുന്നതിന് എന്ത് പ്രശ്നമുള്ളത്? മനുഷ്യൻ അങ്ങനെയല്ലേ? ആത്മാർത്ഥതയും നിഷ്കളങ്കതയുമുള്ള സാധാരണ മനുഷ്യൻ അങ്ങനെയാണ്. ദീന്റെ പേര് സ്നേഹിക്കണം. കാരണം ദീനാണ് ഒരു മനുഷ്യനെ വേർതിരിക്കുന്നത്. ആൾക്കാർ ഇവിടെ നാട്ടിൽ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ഒരു അർത്ഥമില്ലാതെ ഫുട്ബോൾ ടീമിന്റെ പേരിൽ വരെ പരസ്പരം തല്ലുണ്ടാക്കുകയും അടികൂടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ജാഥ വിളിക്കുകയൊക്കെ ചെയ്യും. ഒരു കുഴപ്പമില്ല. ഒരുത്തൻ ഏതെങ്കിലും ഒരു ഫുട്ബോൾ ടീമിന്റെ ഫാനായി, മറ്റൊരാൾ വേറൊരു ഫുട്ബോൾ ടീമിന്റെ ഫാനായി, രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ രണ്ടുപേരും തമ്മിൽ? ഇവൻ ഈ രാജ്യത്തിന്റെ ഫാനാണ്, അതുകൊണ്ട് ഇവന് എല്ലാ നിലക്കും സദക്കൊക്കെ ചെയ്യും, ആളുകൾക്ക് ഉപകാരമുള്ള ചെയ്യും. ഈ രാജ്യത്തിന്റെ ഫാനാണെങ്കിൽ അതൊന്നും ചെയ്യില്ല. അങ്ങനെ ഉണ്ടോ? ഇല്ല. എല്ലാം കണക്കാണ്. ഒരു വ്യത്യാസം അതുകൊണ്ടില്ല. പക്ഷേ ദീൻ ഒരാൾ വ്യത്യാസപ്പെടുമ്പോഴോ വലിയ വ്യത്യാസമുള്ള സംസ്കാരത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വിശ്വാസത്തിലും ഒക്കെ സംഭവിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും വ്യത്യാസം സംഭവിപ്പിക്കുന്നത് ദീനാണ്. അതിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുകയോ ഇഷ്ടം കാണിക്കുകയോ അകൽച്ച കാണിക്കുകയോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു വലിയ അതിക്രമമായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നത് അത് ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇന്ന് ജനങ്ങളിൽ ചിലർ ഈ പറയുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഭാഗം തുടങ്ങുന്നത് എവിടെയാണ്? അള്ളാഹുണ്ട് എന്ന വിശ്വാസത്തിൽ നിന്നാണ്. അതിന് തന്നെ ഘടകവിരുദ്ധമായി നിലകൊള്ളുന്ന തനിച്ച കമ്മ്യൂണിസം, അതിനുവേണ്ടി വരെ ആൾക്കാർ വിളിക്കുക. അതിനു വരെ ആൾക്കാർ എങ്ങനെ ഒരു മുസ്ലിമിന് ഇത് പറ്റും? എനിക്ക് മനസ്സിലാവുള്ളൂ. എങ്ങനെയാണ് ഇത് രണ്ടും കൂടി ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഒരുമിക്കുക? ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ല എന്ന് പറയുന്ന, മാത്രമല്ല പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ, ഇത് മുനാഫിക്കുകളെ നിങ്ങൾ ഖുർആനിൽ വായിച്ചു നോക്കൂ. മുനാഫിക്കുകളെ കുറിച്ചുള്ള അടയാളങ്ങൾ വായിച്ചാൽ ഈ കാലഘട്ടത്തിൽ അത്
ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുക ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം പേരുള്ള ആൾക്കാരിലാണ്. നിങ്ങൾ വായിച്ചോളൂ, ഖുർആൻ എടുത്ത് വായിച്ചു നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വളരെ ചേരുന്നതായി തോന്നുന്നു നിങ്ങൾക്ക്. കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിനോട് മുസ്ലിങ്ങളോട് സാധ്യമായ സന്ദർഭങ്ങളിലെല്ലാം കടുത്ത ശത്രുത വെച്ച് പുലർത്തിയവരാണ് ഇവർ. എത്ര ചരിത്രം നിങ്ങൾക്ക് വേണം? എത്ര മുസ്ലിമീങ്ങളുടെ റഷ്യയിൽ ഒരു കാലഘട്ടത്തിൽ ഖുർആൻ ഓതാൻ പറ്റില്ലായിരുന്നു എന്നാണ്. വീട്ടിലിരുന്നിട്ട് രഹസ്യമായിട്ട് ഓതാൻ പോലും പേടിയാണ് ആൾക്കാർക്ക്. കാരണം ചിലപ്പോൾ മകൻ ഇവരുടെ സോവിയറ്റ് റഷ്യയുടെ ചാരനായിരിക്കും. ഖുർആൻ ഓതിയാൽ ഇവനെ ചിലപ്പോൾ വാപ്പാനെ വരെ ചിലപ്പോൾ ഒറ്റുകൊടുക്കും. ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ കാണാം, ഉലമാക്കളിൽ ചില ഖുർആൻ ഓതാൻ കാട്ടിൽ പോയിട്ട് ഗുഹന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഓതിയിരുന്നതാണ്. ഖുർആൻ ഓതിയത്, ഖുർആൻ പുറത്തേക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു, താടി വെക്കാൻ സമ്മതിക്കില്ലായിരുന്നു. മസ്ജിദുകൾ നിസ്കരിക്കരുത് എന്നല്ല, ബാറുകളാക്കി, മദ്യശാലകളാക്കി, അതുപോലെ ഡാൻസിനും മറ്റുമുള്ള പാട്ടുകൂത്തുകൾക്കുള്ള നഗ്നത പ്രദർശിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഇങ്ങനെ മുസ്ലിമീങ്ങളെ കഠിനമായ ഉപദ്രവം ഏൽപ്പിച്ച സമൂഹമാണ് ഇവർ. ആയിക്കോട്ടെ, പലപ്പോഴും ഈ പാർട്ടിയിലുള്ള ആൾക്കാർ പിന്നീട് പറഞ്ഞ് ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്ക് അന്ന് അബദ്ധം പറഞ്ഞു. എന്നെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണം കിട്ടിയപ്പോൾ മുസ്ലിങ്ങളോട് ചെയ്ത് ശരിയായില്ല. ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഒരാളത് പറഞ്ഞിട്ടില്ല. ഭരണം കിട്ടിയ എല്ലാ സ്ഥലങ്ങളും മുസ്ലിങ്ങൾ അടിച്ചമർത്താണ് ചെയ്തവർ. ഞാനിത് പറയുന്നത് നിഫാഖിന്റെ അടയാളങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടാവരുത്. അള്ളാഹുവിന്റെ ദീനിനോടാണ് കൂറുണ്ടാവേണ്ടത്. ഒരു സംശയ കാര്യത്തിൽ വേണ്ടത് ദീനിനോടാണ് കൂറ് വേണ്ടത്. അവനാണ് മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ. ദീൻ എന്നാൽ നസീഹത്താണ്. എന്താ നസീഹത്ത് എന്ന് പറഞ്ഞാൽ? ഗുണകാംക്ഷയാണ്, കൂറ് പുലർത്തലാണ്. ആരോടാണ് കൂറ് പുലർത്തേണ്ടത്? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വആമ്മത്തിഹിം. അള്ളാഹുവിനോട്, അവന്റെ കിതാബിനോട്, അവന്റെ റസൂലിനോട്, മുസ്ലിം നേതാക്കന്മാരോട്, അതുപോലെ മുസ്ലിം സാധാരണക്കാരോട് ഒരു നസീഹത്ത് ഉണ്ടാവുക എന്നുള്ളത് ദീൻ അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. ഒരു നസീഹത്ത് ഉണ്ടാവുക എന്നുള്ളത്. എങ്ങനെയാണ് ഒരാൾക്ക് ഈ പറഞ്ഞ നസീഹത്ത് പുലർത്തുന്നതിനോടൊപ്പം തന്നെ ഒരു നിരീശ്വരവാദ സംവിധാനത്തിൽ, അതല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഫെമിനിസം കയറി വരുന്നതാണ്, ലിബറലിസം, ദീൻ ഒരിക്കലും വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടേണ്ടതില്ല, ദീൻ അതിന് പള്ളിയിലാണ് സ്ഥാനമുള്ളത്, അതല്ലെങ്കിൽ സ്ത്രീകൾ അവർക്ക് ഇസ്ലാമിലെ കൽപ്പനകൾ അവർക്ക് അത് യോജിച്ചതല്ല, ഇങ്ങനെ, അതല്ലെങ്കിൽ വിപ്ലവ ചിന്താഗതികൾ, ഇതൊന്നും ഇസ്ലാമിൽ പറഞ്ഞതല്ല. ഒക്കെ ഇസ്ലാമിൽ ഇങ്ങനെയുള്ള രീതിയില്ല. ഇസ്ലാമിൽ എല്ലാവർക്കും അവർക്ക് അർഹമായ അവകാശം നൽകുക എന്ന് അള്ളാഹിന്റെ ദീനിലുള്ളത്. അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞത് എന്താണോ അത് അനുസരിക്കാനുള്ളതാണ് ദീൻ. നോക്കൂ നിങ്ങൾ, ഇവർ പറയുന്നു അള്ളാഹുലും റസൂലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, പക്ഷെ അവർ വിശ്വസിക്കുന്നവരല്ല. ഈ പറഞ്ഞ അടയാളങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ദീനിനെ കുറിച്ച് യാതൊരു പ്രശ്നമില്ല. എന്ത് സംഭവിച്ചു ഞാൻ അത്ഭുതപ്പെടാൻ. ആൾക്കാരെ സുബ്ഹാനല്ലാഹ്, കഠിനമായ ഇസ്ലാമിക വിരോധം പറഞ്ഞ ആൾക്കാർ മരിച്ചാൽ വരെ മുസ്ലിങ്ങൾ ഭയങ്കര ദുഃഖത്തിൽ, മുസ്ലിം പേരുള്ള ആൾക്കാർ. എന്നാൽ ചിലപ്പോൾ അവരുടെ ദീനിന്റെ ഏറ്റവും അവർക്ക് സേവനങ്ങൾ ചെയ്ത, ഇസ്ലാമിന് സഹായം ചെയ്ത പണ്ഡിതന്മാരോ നേതാക്കന്മാരോ മരിച്ചാൽ അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ചില ആൾക്കാർ. അങ്ങനെ ഒരു കാര്യമേ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇവർ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്നവരായി മാറുക? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിഫാഖിന്റെ ഒരു രൂപം. രണ്ടാമത്തേത് നിഫാഖ് അൽ അമലി അൽ അസ്ഗർ, ചെറിയ നിഫാഖ്. ചെറിയ നിഫാഖ് എന്ന് പറഞ്ഞാൽ മുനാഫിഖിന്റെ സ്വഭാവം അതിൽ ചിലത് ജീവിതത്തിൽ ഉണ്ടാവാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസൻ. 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവൻ ഖാലിസായ മുനാഫിഖാണ്, തനിച്ച മുനാഫിഖാണ്. ഇദാ ഹദ്ദസ കദബ്, സംസാരിച്ചാൽ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ്, അവന് വാഗ്ദാനം നൽകിയാൽ വാഗ്ദാനം ലംഘിക്കും. വഇദാ തുമിന ഖാൻ, വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടാൽ അതിൽ വിശ്വാസവഞ്ചന കാണിക്കും.
അതുപോലെ തന്നെ വഇദാ ഖാസമ ഫജർ, തർക്കിച്ചാൽ അല്ലെങ്കിൽ പരസ്പരം തർക്കത്തിൽ ഏർപ്പെട്ടാൽ ആ തർക്കത്തിൽ മോശമായ രീതികൾ സ്വീകരിക്കും. തർക്കത്തിൽ വിജയിക്കാൻ വേണ്ടി എന്തു വഴിയും കുതന്ത്രം ഉപയോഗപ്പെടുത്തും. അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവം ഒരാളിൽ സംഭവിക്കുന്നത് എത്രമാത്രം ഉണ്ടാകുന്ന അത്രയും അവൻ നിഫാഖിലേക്ക് അടുത്താണ്. അപ്പൊ ഈ പറഞ്ഞ സ്വഭാവങ്ങൾ ഉണ്ടാവാതിരിക്കും. മുസ്ലിം എപ്പോഴും സറീഹാണ്, വ്യക്തത ഉള്ളവനാണ്. ഇങ്ങനെ വളഞ്ഞ വഴികളില്ല, നേർക്ക് നേരെ അവൻ ഉദ്ദേശിക്കുന്നത് ഖൈറാണ് പറയാ, അമ്ർ ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ. അവന് ദേഷ്യമുണ്ടായാലും മുഖത്തുണ്ടാവും, കപടത അറിയില്ല. അവന് സന്തോഷമുണ്ടായാലും അത് അവന് കാണിക്കും. അവന്റെ ജീവിതം വളരെ സന്തോഷത്തിലാണ്, കാരണം അവന് മറച്ചു വെക്കാൻ കാര്യങ്ങളില്ല. കളവ് പറയുന്നവന്റെ ജീവിതം എത്ര പ്രയാസത്തിലാണ്. ഒരു കളവ് നീ പറഞ്ഞു കഴിഞ്ഞാൽ നീ എത്ര മരിക്കുന്നവരെ ഇത് ഓർത്ത് നടക്കണ്ടേ. സത്യം പറഞ്ഞാലും ഓർക്കാൻ ബുദ്ധിമുട്ടില്ല, സത്യം ഏറ്റവും ഓർക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. ഞാൻ ഇങ്ങനെ പോയി അങ്ങനെ പോയി അവിടെ പോയി ഇവിടെ എത്തി, കളവുണ്ടാക്കി, എത്ര കാലം നീ ഇത് ഓർത്തു വെക്കണം. ഇതാരെങ്കിലും നിന്നോട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സത്യമാണ് നീ പറഞ്ഞെങ്കിലും ഞാൻ അവിടെയൊക്കെ പോയിട്ടില്ല എന്നാണെങ്കിലും നിനക്കിത് ഓർത്തു വെക്കാൻ പ്രയാസമില്ല, കാരണം അത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. എത്ര സുഖമുള്ള ജീവിതമാണത്. നിഫാഖിന്റെ അടയാളങ്ങൾ പലതുണ്ട്, അതിൽ പ്രധാനപ്പെട്ടതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കാൻ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا. നിസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ മടിയന്മാരായിട്ട് നിസ്കരിക്കാൻ നിൽക്കുക, ജനങ്ങളെ കാണിച്ചുകൊണ്ടായിരിക്കും അവരുടെ നിസ്കാരം. അള്ളാഹുവിനെ അവർ തീരെ കുറച്ചല്ലാതെ സ്മരിക്കുകയില്ല. ഖുർആൻ അള്ളാഹു പറഞ്ഞ് തീരെ കുറച്ചല്ലാതെ സ്മരിക്കില്ല എന്നാണ്. അപ്പൊ നമ്മളെ നിസ്കാരം നമ്മൾ ശരിക്കും പരിശോധിക്കുക. നമ്മൾ തക്ബീർ ചൊല്ലിയത് മുതൽ സലാം വരെ എത്ര ദിക്റുണ്ട് അതിൽ? തീരെ ദിക്റില്ലാത്ത നിസ്കാരമാണോ? മുനാഫിഖിന് കുറച്ചെങ്കിലും ഉണ്ടെന്നാണ് പറഞ്ഞു. ഒരു ദിക്റുമില്ലാത്ത നിസ്കാരം നിസ്കരിക്കുന്നവന്റെ കാര്യം എന്താണ്? നിസ്കാരം നിഫാഖിൽ നിന്ന് സംരക്ഷണം നൽകുന്ന കാര്യങ്ങളിൽ ഒന്ന്. അതുപോലെ തന്നെ ദിക്ർ, അള്ളാഹുനെ സ്മരിക്കുക എന്നുള്ളത്, രഹസ്യമായിട്ട് നിന്നും കിടന്നു ഇരുന്നൊക്കെ ദിക്ർ ചൊല്ലുക എന്നുള്ളത് നിഫാഖിൽ നിന്ന് സംരക്ഷണം നൽകുന്ന കാര്യമാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഖവാരിജുകളെ കുറിച്ച് ഒരിക്കൽ ചോദിക്കപ്പെട്ടു. അഹും മുനാഫിഖൂൻ, ഖവാരിജ് ഹും മുനാഫിഖൂൻ, ഖവാരിജുകൾ അവർ മുനാഫിഖുകളാണോ? അദ്ദേഹം പറഞ്ഞു അവർ മുനാഫിഖുകളല്ല, കാരണം അവർ അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നുണ്ട്. മുനാഫിഖ് ദിക്ർ ചൊല്ലുകയില്ല. നിഫാഖിൽ നിന്ന് സംരക്ഷണം നൽകുന്ന കാര്യങ്ങളൊന്ന് ദിക്ർ അധികരിപ്പിക്കാനാണ്. നിഫാഖ് അമലി, നിഫാഖ് അക്ബറിലേക്കുള്ള വഴിയാണ്. ചെറിയ നിഫാഖ് ജീവിതത്തിലുണ്ടോ, വലിയ നിഫാഖിലേക്കുള്ള വഴിയാണ്. അത് ഉണ്ടെങ്കിൽ പരിഹരിക്കുക, നന്നാക്കുക. ഇൻഷാ അല്ലാഹ് നിഫാഖിന്റെ ചരിത്രം അടുത്ത ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് വിവരിക്കാം. ഈ ആയത്തിൽ പഠിക്കാനുള്ള ഒന്ന് രണ്ട് പാഠങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ മുനാഫിഖുകളെ ഇത്രയും അധികം വിശേഷണങ്ങൾ കൊണ്ട് വിവരിച്ചത് എന്തിനാണ്? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇത്രയധികം വിശേഷണങ്ങൾ അള്ളാഹു മുനാഫിഖുകൾക്ക് നൽകിയത് ഇങ്ങനെ ഒരു കൂട്ടർ സമൂഹത്തിലുണ്ട് എന്ന് തിരിച്ചറിയാനും മുസ്ലിമീങ്ങൾ കരുതിയിരിക്കാനും വേണ്ടിയാണ്. ഇത് നിഫാഖിന്റെ അടയാളങ്ങൾ പഠിച്ചു വെക്കുന്നത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ ഉപദ്രവം ചെയ്യാൻ വരുന്ന വഞ്ചകന്മാരെ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ജുഹ്റിൻ വാഹിദിൻ മറത്തൈൻ. ഒരു മുഅ്മിനിന് ഒരേ മാളത്തിൽ നിന്ന് 2 തവണ കടിയേൽക്കില്ല എന്നാണ്. പക്ഷേ സുബ്ഹാനല്ലാഹ്, മുസ്ലിം പൊതുജനങ്ങളുടെ കാര്യം എടുത്തു നോക്കിയാൽ 2 അല്ല, എത്ര തവണയാണ് ഒരേ സ്ഥലത്ത് നിന്ന് അവർക്ക് കടിയേൽക്കുക, ഒരേ സ്ഥലത്ത് നിന്ന് അവർക്ക് ആക്രമണം നേരിടേണ്ടി വരുന്നത്. എത്ര തവണയാണ് ചരിത്രം ഒരേ രൂപത്തിൽ ആവർത്തിക്കപ്പെടുന്നത്? അവരെ വഞ്ചിച്ച ആളുകൾ, നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാര്. ചരിത്രം ഒരു രസകരമായ ഒരു കാര്യം, 500-1000 വർഷങ്ങൾക്ക് മുൻപുള്ള ചരിത്രം കൂടിയല്ല, 100 വർഷത്തിൽ താഴെയുള്ള ചരിത്രമാണ് ഇതൊക്കെ. 100 വർഷത്തിൽ താഴെയുള്ള ചരിത്രമാണ്. അത് കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ചരിത്രം നിങ്ങൾ വായിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തിന് വല്ലാതെ വ്യാപനം ലഭിച്ചൊരു കാലമാണിത് നമ്മുടെ നാട്ടിൽ. കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ മുസ്ലിമീങ്ങളെ എങ്ങനെയാണ് തങ്ങളോടൊപ്പം അവർ കൂട്ടിയത്, അധികാരം കിട്ടിയതിനു ശേഷം എങ്ങനെയാണ് അവർ വഞ്ചിച്ചത് എന്നത് അതേ ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അതേ ചരിത്രം.
സാധ്യമാകുന്ന സമയങ്ങളിലൊക്കെ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതുപോലെ ആഹ്, ഉപ- ആഹ്, آه، وبدت البغضاء من أفواههم وما تخفي صدورهم أكبر وقد بدت البغضاء من أفواههم അവരുടെ നാവിൽ നിന്ന് അവരുടെ ദേഷ്യം പുറത്തേക്ക് വന്നിരിക്കുന്നു. എത്രയോ തവണ അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഹയർ ഉണ്ടായാൽ ഇവരുടെ സംസാരം നമ്മൾ കാണുന്നത്. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അത് അവരുടെ ദീന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നമ്മൾ കാണുന്നതാണ്. അള്ളാഹു പറഞ്ഞു വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, എന്നാൽ അവരുടെ ഹൃദയത്തിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്നത് അതിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് ഇത് അറിയിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ആളുകൾ ചിലപ്പോൾ എഴുതുന്നതാണ് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവർക്ക് ഇത്രയും. അള്ളാഹ് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അവർക്ക് വലൻ തർദ അൻകൽ യഹൂദു വലൻ നസാറ ഹത്ത തത്തബിഅ മില്ലതഹും, നിങ്ങൾ അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ അവർ നിങ്ങളെ തൃപ്തിപ്പെടുകയില്ല. അള്ളാഹ് പറയാണ്, ഖുർആൻ അള്ളാഹ് അറിയിക്കാൻ, അവർക്കത് നിങ്ങളെ തൃപ്തിപ്പെടാൻ അവർക്ക് സാധിക്കുകയില്ല. ആ ആയത്ത് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞേക്കണം, അവരുടെ മാർഗം തെറ്റബ്യ, പരിപൂർണമായി പിൻപറ്റുന്നത് വരെ സ്വീകരിക്കില്ല എന്നാണ്. അതായത് കുറച്ച് ഇസ്ലാം പേരിൽ ബാക്കി വെച്ചാൽ പോലും അവർക്കത് ഇഷ്ടപ്പെടുകയില്ല. ഈ സൂറത്തിൽ തന്നെ ധാരാളം അങ്ങനെയുള്ള ആയത്തുകൾ. വല തജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ് വല്ലദീന അശ്റകൂ, ജനങ്ങളിൽ ഇസ്ലാമിനോട് മുസ്ലിങ്ങളോട് ഏറ്റവും കടുത്ത ശത്രുതയുള്ളവരായി നിനക്ക് കാണാൻ സാധിക്കാരെ യഹൂദരെയും ബഹുദൈവാരാധകരെയുമാണ്, ശിരിക്കീങ്ങളെയുമാണ്. ഇത് അള്ളാഹ് അറിയിച്ചു തന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ദീൻ അതിനോട് കൂറു പുലർത്തുക. അള്ളാഹ് സുബ്ഹാനഹു വ തആല ദീൻ അവതരിപ്പിച്ചു തന്നത് നമ്മൾ അതിനെ സംരക്ഷിക്കാനും അതിന്റെ മാർഗത്തിൽ അണിചേരാനുമാണ്. ഇസ്ലാമിക സഹോദരം നമുക്കിടയിൽ ഉണ്ടാവാനാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിനോട് ഒരു പാർട്ടി മാറുകയോ ഗ്രൂപ്പ് മാറുകയോ ചെയ്താൽ കാണിക്കുന്ന ശത്രുത, ആളുകൾ കാണിക്കുന്ന അതിക്രമങ്ങൾ പറയാൻ പറ്റാത്തതാണ്. എന്നാൽ മുസ്ലിം അല്ലാത്ത ഏതെങ്കിലും ഒരാൾ അവനെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും രാഷ്ട്രീയക്കാരോ മറ്റോ എന്തെങ്കിലും അവന്റെ സ്റ്റേജിൽ വന്നിട്ട് നല്ല വാക്ക് പറഞ്ഞാൽ എത്ര വലിയ ആദരവ്, എത്ര വലിയ ബഹുമാനം, എന്തൊക്കെയാണ് പുകഴ്ത്തലുകൾ. ഇങ്ങനെ ആവരുത്. അള്ളാഹുവിന്റെ ദീനിനോട് കൂറുള്ളവരാവൻ. മുസ്ലിങ്ങളാണ്. ഇസ്ലാമിന്റെ പേരിൽ അള്ളാഹു നമുക്കിടയിൽ ബന്ധം നിശ്ചയിച്ചിട്ടുണ്ട്. ഹുവ ഇസ്ലാമികമായ സാഹോദര്യമുണ്ട്. അത് ഏറ്റവും പരിശുദ്ധമാണ്. ഇതാണ് ആയത്തിന്റെ തഫ്സീറിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കണം. ഇൻഷാ അള്ളാഹ് അടുത്ത ആയത്തുകളിലും നിഫാഖിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്നാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. ദർസ് നമുക്ക് വിവരിക്കാം. അല്ലാഹു തആല അലം ബിസ്സവാബ്. സ്വല്ലല്ലാഹു വസല്ലം ബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി.